സ്നേഹരാഗം ഭാഗം 50. അച്ഛ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? അച്ഛന് സുഖമില്ലേ? അവൾ ആശങ്കയോടെ ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി പറയാൻ അയാൾക്ക് കിട്ടിയില്ല. താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളം നന്ദന ഉൾക്കൊള്ളും എന്നയാൾ മനസ്സിൽ വിചാരിച്ചു. മോളെ, ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരത്യാവശ്യ കാര്യം പറയാൻ. നീ ഫോൺ എടുത്തില്ലല്ലോ? അയാൾ ചോദിച്ചു. അയാളോടെല്ലാം തുറന്നു പറയാൻ തന്നെ അവൾ ആ നിമിഷം തീരുമാനിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛനത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത്. എന്താകും അവൾക്ക് തന്നോട് പറയാനുള്ളത് എന്ന് അയാൾ മനസ്സിൽ വിചാരിച്ചു. അവൾ എല്ലാം ചന്ദ്രനോട് തുറന്നു പറഞ്ഞു. ദേവനുമായുള്ള തൻ്റെ വിവാഹം കഴിഞ്ഞതും ഇപ്പോൾ അവളും കുഞ്ഞും ദേവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലാണെന്നും എല്ലാം അവൾ പറഞ്ഞു. അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ചന്ദ്രന് ആകെ ഒരു അന്താളിപ്പായിരുന്നു. മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അയാളുടെ വാക്കുകളിൽ പരിഭവം നിറഞ്ഞു നിന്നു. അയ്യോ അച്ഛാ, എന്നോട് പിണങ്ങല്ലേ. എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്ക് ഒന്നിനും പറ്റിയില്ല. ഇടയ്ക്കെപ്പോഴോ ഞാൻ അക്കാര്യം വിട്ടുപോയി. സോറി അച്ഛാ, അവൾ ക്ഷമാപണം പോലെ പറഞ്ഞു. നീ ചെയ്തത് തന്നെയാണ് ശരി. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ചന്ദ്രൻ പറഞ്ഞു. നിന്നെയും കുഞ്ഞിനെയും സ്വീകരിച്ച ദേവന് വലിയ മനസ്സാണ്, അയാൾ പറഞ്ഞു. അവൾക്ക് ചന്ദ്രൻ്റെ മറുപടി കേട്ടപ്പോൾ സമാധാനമായി. അല്ല, എന്നോടെന്തോ പറയണമെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്താണത്? അവൾ ചന്ദ്രനോട് ചോദിച്ചു. അത് മോളെ, അർജുൻ ഒരു ദിവസം വീട്ടിൽ വന്നിരുന്നു. നിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം പ്രഭാവതി അവനോട് പറഞ്ഞു. പിന്നീട് അർജുനോട് സംസാരിക്കവേ പ്രഭാവതി കുഴഞ്ഞു വീണതും ഹോസ്പിറ്റലിലാക്കിയതും പിന്നീട് അവരുടെ മരണവും എല്ലാം ചന്ദ്രൻ നന്ദനയോട് പറഞ്ഞു. നന്ദന അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ആകെ വിറച്ചുപോയി. പ്രഭാവതിയുടെ മരണം അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. നിന്നോട് അമ്മയുടെ മരണം പറയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി നിന്നെ പലയാവർത്തി വിളിച്ചെങ്കിലും ഫോൺ കിട്ടിയില്ല, അയാൾ നിരാശയിൽ പറഞ്ഞു. ഞാൻ ഫോൺ വീട്ടിൽ വച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതായിരിക്കും അച്ഛാ, അവൾ സങ്കടത്തിൽ പറഞ്ഞു. പിന്നെ മോളെ, അർജുൻ ഇപ്പോൾ ഇവിടെയല്ല താമസം. അവൻ കീർത്തനയെയും മോളെയും വിളിച്ചുകൊണ്ട് ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പ്രഭാവതിയുമായി വഴക്കിട്ട് അവർ ഇവിടെ നിന്നും താമസം മാറി. എന്നാൽ അമ്മ മരിച്ച ശേഷം അവൻ എല്ലാ കാര്യത്തിനും വരാറുണ്ട്. അവൻ്റെ ജീവിതത്തിലും പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചു. അവന് വലിയ കുറ്റബോധമുണ്ട്, അയാൾ പറഞ്ഞു. അച്ഛന് വേറെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അവൾ അർജുൻ്റെ കാര്യം കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ ചോദിച്ചു. നിനക്ക് അവൻ്റെ കാര്യം കേൾക്കാൻ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും നീ ഇതറിയണം, അയാൾ പറഞ്ഞു. അവൾക്ക് കോൾ എന്തെങ്കിലും പറഞ്ഞ് കട്ട് ചെയ്താലോ എന്ന് വരെ തോന്നി. എന്നാൽ മറുവശത്ത് ചന്ദ്രനായതിനാൽ അവൾ അതിനു മുതിർന്നില്ല. അയാൾ കീർത്തനയിൽ നിന്നും അർജുന് നേരിട്ട ദുരനുഭവം പറഞ്ഞു. രഞ്ജിത്തിൻ്റെ കൂടെ അവളെ ഏതൊരാണും കാണാൻ ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ അവളെ കണ്ട കാര്യം അവൻ അറിഞ്ഞു. അയാൾ അത് പറയുമ്പോൾ ദൈവം എന്നൊരാൾ ശരിക്കുമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് എന്ത് മറുപടി പറയണം എന്നറിയാതെയായി. മോളെ, അർജുന് നല്ല കുറ്റബോധമുണ്ട്. അവൻ ആകെ തകർന്നിരിക്കുകയാണ്, അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അനുഭവിച്ചതോ അച്ഛാ? അതിനൊന്നും ഒരു മനസ്താപവും ആർക്കുമില്ലല്ലോ. അവളുടെ സ്വരത്തിലെ മൂർച്ച അയാൾ ശ്രദ്ധിച്ചു. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മോളെ? അയാൾ ചോദിച്ചു. അവൾ എന്തെങ്കിലുമൊക്കെ പറയുമെന്നയാൾ പ്രതീക്ഷിച്ചു. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ടച്ഛാ. ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ, അവൾ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ, അവൾ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള ശക്തി അയാൾക്കുമില്ലായിരുന്നു. ശരി മോളെ, ഞാൻ വിളിക്കാം. ആ ഫോൺ അവിടെ അവസാനിച്ചപ്പോൾ നന്ദന ഒരുപാട് ആലോചിച്ചിരുന്നു പോയി. ആ വീട്ടിൽ വെച്ച് താൻ എന്തെല്ലാം അനുഭവിച്ചു. തൻ്റെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും ദൈവം അതിനുള്ള പ്രതിഫലം തനിക്ക് നൽകിയതാണെന്ന് അവൾക്ക് തോന്നി. ചെയ്യാത്ത കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും എല്ലാം അവിടെ തനിക്ക് കുറ്റമായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വവും സന്തോഷവും ആലോചിക്കുമ്പോൾ കഴിഞ്ഞതെല്ലാം വെറും ദുസ്വപ്നം പോലെ ഓർക്കാൻ അവൾക്ക് കഴിയുമായിരുന്നു. അവൾ താൻ സഹിച്ചതെല്ലാം മറക്കാൻ ശ്രമിച്ചിരുന്നു. അതോടൊപ്പം തൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ സ്നേഹിക്കാനും പഠിച്ചിരുന്നു.
ഫോൺ വെച്ച് കസേരയിൽ കണ്ണടച്ചിരിക്കുകയാണ് ചന്ദ്രൻ. അയാൾ ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത്. ഒരു നിമിഷം വീണ്ടും എന്തൊക്കെയോ സ്വപ്നം കണ്ടു. കാണാൻ പാടില്ലെന്ന് മനസ്സ് പറഞ്ഞപ്പോഴും നന്ദനയുടെ ജീവിതം നല്ലതായി തീർന്നതിൽ അയാൾക്ക് സന്തോഷമായിരുന്നു. ഒപ്പം അർജുൻ്റെ ജീവിതം മാറിമറിഞ്ഞതിൽ സങ്കടവും. ആരാണച്ചാ ഫോണിൽ സംസാരിച്ചിരുന്നത്? പൂജ ചോദിച്ചപ്പോൾ അയാൾ പതിയെ കണ്ണ് തുറന്നു. നന്ദനയായിരുന്നു. അയാൾ പറഞ്ഞു. എന്തിനാണ് ഇപ്പോൾ അവൾ വിളിച്ചത്? ഈർഷ്യയോടെ അവൾ ചോദിച്ചു. നിനക്കെന്താ ഇപ്പോഴും നന്ദുവിനോടൊരു ദേഷ്യം? ഇത്രയൊക്കെ ആയിട്ടും നീ പഠിച്ചില്ലേ? അയാൾ ചോദിച്ചു. സത്യത്തിൽ എന്തിനാണ് തനിക്ക് നന്ദനയോട് ഇത്രയും ദേഷ്യമെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. അത് ഒരുപക്ഷെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അമ്മയുടെ കാര്യം അവൾ അറിഞ്ഞില്ലേ അച്ഛാ? അവൾ ചോദിച്ചു. ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ. അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കാണാൻ അവൾ എത്തിയിരുന്നു, അയാൾ നിരാശയിൽ പറഞ്ഞു. അത് ശരിയാണെന്ന് പൂജയ്ക്കും തോന്നി. അവൾ ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് വേറെ വീട്ടിലാണ്. അയാൾ പറഞ്ഞപ്പോൾ പൂജയ്ക്കത് വിശ്വസിക്കാനായില്ല. അച്ഛൻ എന്തൊക്കെയാ ഈ പറയണേ? ഒരു കുഞ്ഞുള്ള അവളെ ആര് സ്വീകരിക്കാനാ? അവൾ പരിഹാസസ്വരത്തിൽ പറഞ്ഞു. നീ പരിഹസിക്കണ്ട. അവൾ നല്ലവളാണ്. അവൾക്ക് അങ്ങനെയൊരു ജീവിതം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. അയാൾ പറഞ്ഞപ്പോൾ പിന്നെ പൂജ അതേപ്പറ്റി ഒന്നും മിണ്ടിയില്ല. നീ അർജുനെ ഒന്ന് വിളിക്ക്. ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയൂ, അയാൾ പറഞ്ഞു. അർജുനേട്ടൻ അവിടെ കിടക്കുകയാണ്. ഞാൻ നോക്കട്ടെ, അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അല്പസമയം കഴിഞ്ഞപ്പോൾ അർജുൻ പുറത്തേക്ക് വന്നു. എന്താ അച്ഛാ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചെങ്കിലും അവൻ്റെ മുഖത്ത് വേണ്ടത്ര തെളിച്ചമില്ലായിരുന്നു. നീ ഇരിക്ക്, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അയാൾ പറഞ്ഞപ്പോൾ അർജുൻ ചന്ദ്രനരികിൽ വന്നിരുന്നു. ഞാൻ നന്ദുവിനെ വിളിച്ചിരുന്നു. അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ കൂടി അറിയണമെന്ന് എനിക്ക് തോന്നി. അതാ നിന്നെ വിളിച്ചത്, അയാൾ പറഞ്ഞു. എന്താകും അച്ഛന് തന്നോട് പറയാനുള്ളതെന്ന് അവൻ ഓർത്തു. എന്തിനാണിത്ര മുഖവുര? അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. നന്ദന തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അയാൾ അർജുനോട് പറഞ്ഞു കൊടുത്തു. അവൾ ഇപ്പോൾ കുഞ്ഞുമായി സുഖമായി ദേവൻ്റെ കൂടെ ജീവിക്കുകയാണെന്നും അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ദൈവം അവൾക്കൊരു നല്ല ജീവിതം കൊടുത്തു എന്നും അയാൾ കൂട്ടിച്ചേർത്തു. അർജുൻ്റെ മുഖത്ത് അച്ഛൻ പറയുന്നതൊന്നും മനസ്സിലാകാത്ത ഒരു ഭാവമായിരുന്നു. നന്ദന വീണ്ടും വിവാഹം കഴിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം ആ വാർത്ത കേട്ടപ്പോൾ വിവർണമായി. നീയും നന്ദുവും കൂടി വീണ്ടും ഒന്നിക്കുമെന്നാണ് ഞാൻ മനസ്സിൽ സ്വപ്നം കണ്ടത്, അയാൾ തുറന്നു പറഞ്ഞു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ഇനി നിന്റെ ജീവിതത്തിൽ നീ നല്ലൊരു തീരുമാനമെടുക്കണം, അയാൾ അവനോട് സൗമ്യമായി പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് പൂജയും വിവേകും അവിടെ തന്നെ നിൽപ്പുണ്ട്. വിവേകിനും നന്ദനയുടെ കാര്യം കേട്ടപ്പോൾ അത്ഭുതമായിരുന്നു. അവരാരും നന്ദന അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന് കരുതിയിരുന്നില്ല. അർജുൻ പിന്നീടൊന്നും സംസാരിക്കാൻ നിന്നില്ല. അവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ആകെ തകർന്നുകൊണ്ടുള്ള അവൻ്റെ ആ പോക്ക് ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് ചന്ദ്രൻ അവിടെ ഇരുന്നു. മേപ്പാട് തറവാട്ടിൽ താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവ വികാസങ്ങളാണല്ലോ നടക്കുന്നത് എന്നയാൾ ഓർക്കുകയും ചെയ്തു. അർജുൻ കീർത്തനയുടെ അവിടെ നിന്നും വന്നപ്പോൾ മുതൽ ഒരു ഉഷാറില്ലാതെ ഇരിക്കുകയാണ്. മിക്കപ്പോഴും അവൻ മുറിക്കകത്ത് തന്നെയാകും. എല്ലാവരോടും സംസാരവും കുറവാണ്. അവൻ ഒരുപാട് ചിന്തിച്ച ശേഷം ഒരു തീരുമാനമെടുത്തു. കീർത്തനയെ കണ്ട് അവൻ മനസ്സിൽ തീരുമാനിപ്പിച്ചുറപ്പിച്ചു വെച്ചിരുന്ന കാര്യം സംസാരിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായ ശേഷം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങി. കുറേ ദിവസമായി അവനെ അങ്ങനെ കണ്ടിട്ട്. പെട്ടെന്ന് അങ്ങനെ ഒരുങ്ങി മുന്നിൽ വന്നപ്പോൾ ചന്ദ്രനും ഒന്നമ്പരന്നു. ഞാൻ ഒന്ന് പുറത്തു പോയി വരാം, അവൻ അയാളോടായി പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി. കാറിൽ കയറി അത് ഓടിച്ചുകൊണ്ട് പോയി. അവൻ്റെ മനസ്സിൽ അവസാനമായി എടുത്ത തീരുമാനം കീർത്തനയെ അറിയിക്കാൻ. കീർത്തനയുടെ കാര്യവും മറിച്ചായിരുന്നില്ല. അവളും ആകെ ആടിയുലഞ്ഞു പോയിരുന്നു. എപ്പോഴും കിടപ്പ് തന്നെ. രാവിലെ എണീറ്റ് ശ്രീമോൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കും. അതിൽ നിന്നും ചിലപ്പോൾ ഒന്നെടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വെറുമൊരു ചായ കുടിക്കും. പിന്നെ ശ്രീമോളെ ഒരുക്കി സ്കൂളിൽ വിടും. വേറെ ചിന്തകൾ ഒന്നുമില്ല. കുറച്ച് ദിവസമായി അതുതന്നെയായിരുന്നു അവളുടെ ദിനചര്യകൾ. അന്നും പതിവ് പോലെ ശ്രീകുട്ടിയെയും സ്കൂളിൽ വിട്ടുകൊണ്ട് ചായ കുടിച്ച ശേഷം ഹാളിലെ സെറ്റിയിൽ കിടന്നു.
വെറുതെ ഓരോന്നാലോചിച്ചു. തൻ്റെ ജീവിതം താനായിട്ട് ഇല്ലാതാക്കിയതാണെന്ന് അവൾക്ക് തോന്നി. അർജുൻ തന്നെ സ്നേഹിക്കാതിരിക്കുകയോ ഒരു പെണ്ണാഗ്രഹിക്കുന്ന സംതൃപ്തി നൽകാതിരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും തനിക്ക് എവിടെയാണ് പിഴച്ചത്? എന്തിനാണ് താൻ രഞ്ജിത്തിൽ ആകൃഷ്ടയായത്? ഒന്നും വേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നി. രഞ്ജിത്തിനെ കാണേണ്ടിയിരുന്നില്ല, പരിചയപ്പെടേണ്ടിയിരുന്നില്ല, ഒന്നും വേണ്ടായിരുന്നു, ഒന്നും. അങ്ങനെ പല ചിന്തകളും മനസ്സിൽ കാടുകയറിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു കാറിൻ്റെ ശബ്ദം അവൾ കേട്ടത്. അവൾ പതിയെ എഴുന്നേറ്റ് ജനാലക്കരികിലെത്തി. കർട്ടൻ നീക്കിയപ്പോൾ അർജുൻ്റെ കാറാണ്. അർജുൻ കാറിൽ നിന്നും ഇറങ്ങുന്നത് നോക്കിയവൾ നിന്നു. ഒരു നിമിഷം കൊണ്ട് സന്തോഷം കൊണ്ടവളുടെ മനസ്സു നിറഞ്ഞു. വാതിൽ തുറന്ന് ഓടിപ്പോയി ആ നെഞ്ചിൽ വീണ് ഒന്ന് പൊട്ടിക്കരയാൻ അവളുടെ മനസ്സ് വെമ്പി. കോളിംഗ് ബെൽ ശബ്ദിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവൾ പതിയെ വാതിൽ തുറന്നു. അർജുനും കീർത്തനയും തമ്മിൽ കാണുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നറിയണമെങ്കിൽ സ്നേഹരാഗത്തിൻ്റെ അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾ കാത്തിരുന്നേ മതിയാകൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.